നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം വ്യാഴത്തിന്റെ രാശിമാറ്റ ഫലമാണ് പ്രതിപാദിച്ചു വന്നിരുന്നത്. മേടം മുതൽ കുംഭം വരെയുള്ള 11 രാശിക്കാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് മീനക്കൂറുകാരുടെ സമ്പൂർണ്ണ വ്യാഴരാശി മാറ്റ ഫലമാണ് പറയുന്നത്. വ്യാഴം ഇപ്പോൾ മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് മാറുകയാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് 2ാം ഭാവത്തിൽ നിന്ന് 3ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. ചാരവശാലുള്ള ഫലങ്ങൾ ദോഷകരമാണ് എങ്കിൽ ദശാകാലം അനുകൂലമായിട്ടുള്ള വ്യക്തികൾക്ക് അത് സമ്മിശ്രമാകുന്നതാണ്. എന്നാൽ രണ്ടും ദോഷകരമാണ് എങ്കിൽ കൂടുതൽ ദോഷഫലങ്ങളെ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായേക്കാം. എന്നാൽ രണ്ടും ഗുണഫലമാണ് എങ്കിൽ കൂടുതൽ ഗുണഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറയുന്ന വ്യാഴരാശി മാറ്റ ഫലങ്ങളെ ദശാകാലത്തോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. നമുക്ക് മീനക്കൂറുകാരുടെ സമ്പൂർണ്ണ വ്യാഴരാശി മാറ്റ ഫലത്തെ ഒന്ന് പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം, ഉത്രിട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. ആദ്യം നമുക്ക് വ്യാഴം 3ാം ഭാവത്തിൽ സഞ്ചരിച്ചാലുള്ള പ്രശ്നമാർഗത്തിലെ ശ്ലോകത്തെ ഒന്ന് പരിചയപ്പെടാം. തൃതീയ സ്ഥിതേ ജീവേ നൃണാം സ്വാൻ പതതഃ ഭ്രംശാൻ കാര്യവിഹതിച്ച എന്നാണ്. അതായത് 3ാം രാശിയിൽ വ്യാഴം നിൽക്കുമ്പോൾ കാര്യഭ്രംശം, സ്വസ്ഥാനത്ത് നിന്ന് മാറ്റമുണ്ടാകുക, സ്ഥാനമാറ്റങ്ങൾ ഉണ്ടാകുക എന്നിവയൊക്കെയാണ് ഫലം. കൂടാതെ മാനസിക സമ്മർദ്ദം വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. നല്ല കാര്യത്തിന് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും ദോഷകരമായി വർത്തിച്ചേക്കാം. പൊതുവെ അനുകൂലമല്ലാത്ത ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ടതാണ്. അതായത് വാസസ്ഥലത്ത് നിന്നും മറ്റുള്ളിടത്തേക്കൊക്കെ മാറേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. എല്ലാ കാര്യത്തിലും പ്രാരംഭത്തിൽ ഒരു തടസ്സമുണ്ടാകാനുള്ള സാഹചര്യവുമുണ്ട്. സുഹൃത്തുക്കളുമായിട്ടുള്ള സംസർഗം മൂലം അപഖ്യാതി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കൂടാതെ ഇഷ്ടജനങ്ങൾക്ക് രോഗാദി ദുരിതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വരുമാനത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാകാത്ത സമയമാണ്. എന്നിരുന്നാലും നഷ്ടസാധ്യതകളും കുറവായിട്ട് തന്നെ പറയണം. 7 ശനിക്കാലമാണ്. അതുകൊണ്ട് തന്നെ അലച്ചിലും ബുദ്ധിമുട്ടുകളും മാനസിക സമ്മർദ്ദവും ഒക്കെ ഉണ്ടായേക്കാം. ഭയവിഹ്വലത മൂലം വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കാതെ വന്നേക്കാം. കൂടാതെ വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ ഇല്ലാത്തത് മൂലം ചില പ്രവൃത്തികൾ മൂലമൊക്കെ മനോവിഷമം ഉണ്ടാകാനുള്ള സാഹചര്യവുമുണ്ട്. ദോഷകരമായിട്ടുള്ള ഫലങ്ങളെ പറയുന്നവർ സൂക്ഷിക്കേണ്ടതാണ്. അങ്ങനെ സൂക്ഷിക്കുന്ന പക്ഷം, അതായത് സഞ്ചാരം, സാഹസിക കൃത്യങ്ങൾ, ദൂരയാത്ര, വാഹനം കൈകാര്യം ചെയ്യുമ്പോഴുള്ള ശ്രദ്ധ, അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് വാക്ക് തർക്കങ്ങൾ, കലഹം, അനർഹരായിട്ടുള്ളവർക്ക് കടം കൊടുക്കുക തുടങ്ങിയ ദോഷ സാധ്യതകളുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ ദോഷങ്ങളെ നമുക്ക് അപ്രകാരം അറിഞ്ഞുകൊണ്ട് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അതുതന്നെയാണ് ഈ നക്ഷത്രഫലത്തിന്റെ പ്രാധാന്യം. നക്ഷത്രഫലം ദോഷമാണെങ്കിൽ പോലും ദശാകാലം അനുകൂലമാണെങ്കിൽ ദോഷഫലത്തിന് കാഠിന്യം കുറയുകയാണ്. അതുപോലെ തന്നെ നക്ഷത്രഫലം ദോഷമാണെങ്കിൽ പോലും ദശാകാലവും ദോഷം ഒരേപോലെ ദോഷമാണെങ്കിൽ ദോഷത്തിന് കാഠിന്യം ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ രണ്ടും കൂട്ടിച്ചേർത്തുകൊണ്ട് വേണം ഒരാളുടെ ഫലത്തെ നിർണ്ണയിക്കാൻ. നക്ഷത്രഫലത്തിൽ വ്യാഴമാണ് ഏറ്റവും ഫലദാന വിഷയത്തിൽ നിർണായകമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പല രാശിക്കാരുടെയും ഫലങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ രാശി ഏതാണ്? ആ വീഡിയോ കാണുക. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.